അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർക്ക് 5 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത്, കർശന നടപടിക്ക് ഒരുങ്ങുകയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശനമായ നടപടിക്ക് തന്നെ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, കടുത്ത വ്യവസ്ഥകളാണ് ഇപ്പോൾ ബില്ലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ പിഴയും 5 വർഷം വരെ കഠിന തടവും ആണ് പാസ്പോർട്ടോ അല്ലെങ്കിൽ വാലിഡ് വിസയോ ഇല്ലാതെ ഇന്ത്യയിൽ തങ്ങുന്നവർക്ക് ഉള്ള ശിക്ഷ. അതുകൂടാതെ ഇവരെ സഹായിക്കുന്നവരെയും തടവും പിഴയും ശിക്ഷ നൽകുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശികളെ ഉദ്ദേശിച്ചാണ്, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ ഉദ്ദേശിച്ചാണ് ഇത്തരം ബിൽ കൊണ്ടുവന്നത്. 1920 പാസ്പോർട്ട് ആക്ട്, 1946 അനധികൃത കുടിയേറ്റ ബില്ല്, അതേപോലെ തന്നെ 2000 ഇമിഗ്രേഷൻ ബില്ല്, ഈ 3ഉമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നത്. അതിന് പകരമാണ് പുതിയ ബില്ല് വരുന്നത്. ഈ ബില്ല് വരുന്നതോടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ അധികാരം ലഭിക്കും. അതായത് ശിക്ഷക്ക് പുറമെ പിഴ കൂടി ചുമത്തുക എന്ന് പറഞ്ഞാൽ അത്രയും കൊല്ലം കൂടി പിഴക്കുള്ള സമയം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു അനധികൃത കുടിയേറ്റക്കാരന് ഏകദേശം 10 വർഷത്തിനും മുകളിൽ ഇന്ത്യൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അതുമാത്രമല്ല, എപ്പോഴായാലും ഏത് സമയത്താണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയാലും അവരെ ഇന്ത്യയിൽ തങ്ങാൻ സഹായിച്ച വ്യക്തികൾക്കെതിരെയും കർക്കശ നടപടിയുണ്ടാകുന്നതാണ് വ്യവസ്ഥയാണ് ബിൽ. ഏതായാലും ബംഗ്ലാദേശികളെ ലക്ഷ്യമിട്ടാണ് ഈ ബില്ല് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമേരിക്കയിൽ നിന്നും കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങുവച്ചു കൊണ്ടുവന്നത് വലിയ രാജ്യത്ത് വിവാദമായിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഏതായാലും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അതിലും ശക്തമായ നടപടി, അതായത് ഇവിടെ പിടിച്ച് തടവിലിടാനും 5 ലക്ഷം രൂപ പിഴ ചുമത്താനും ഒക്കെയുള്ള കർശന വ്യവസ്ഥകളുള്ള ബിൽ ലോക്സഭയിലേക്ക് എത്തുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ, ഈ ബില്ലിൽ? ബില്ല് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ വിവരങ്ങളും ഇപ്പോൾ മറ്റു എംപിമാർക്കോ അതോ ലോക്സഭയിലോ വിതരണം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് ബില്ലിന്റെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ബില്ല് ഉടനെ ഉണ്ടാകുമെന്ന് പാർലമെന്റ് കാര്യ മന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. അത് ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാസ്സാക്കുമെന്ന് തന്നെയാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. ഇത് പ്രധാനമായും ത്രിപുര ആസാം മേഖലകളിലേക്കുള്ള ബംഗ്ലാദേശി കുടിയേറ്റം തടയുക. ഇപ്പോൾ തന്നെ ദേശവ്യാപകമായി ബംഗ്ലാദേശികൾക്കെതിരെയുള്ള നടപടികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് നാടുകടത്തലാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്, നയങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുണ്ടോ, ഇതൊക്കെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളൊരു പൊതു താല്പര്യ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ വാദം കേൾക്കുകയാണ്. ഈ സാഹചര്യം ഒക്കെ കണക്കിലെടുത്താണ് കുടിയേറ്റത്തെ പൂർണ്ണമായി നിരോധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കും പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുമെന്ന ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ നോക്കുകയും അവരെ നാടുകടത്തുക മാത്രമല്ല അവരെ ജയിലിലിടുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ലക്ഷ്മി, കുടിയേറ്റക്കാരോട് ഇന്ത്യക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല. കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് ബില്ല് കൊണ്ടുവരികയാണ്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.